ഞാൻ പറഞ്ഞില്ലേ ഇന്ദിരാമേ, സാധാരണ പ്രതിക്രിയകളൊന്നും ഇതിന് പരിഹാരമാവില്ല. അത്രയ്ക്ക് വീര്യമുള്ള സാധനമാ കുട്ടിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അതല്ലേ എന്നെ കണ്ടപ്പോ അതിന്റെ ഭാവം മാറിയത്. ഒരു കാര്യം ചെയ്യൂ, ഇവിടെ വെച്ച് കർമ്മം ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് ഈ കൊച്ചിനെ നമ്മുടെ ആശ്രമത്തിലേക്ക് മാറ്റാം. അവിടെ ഒരു 2 ദിവസത്തേക്ക് ആളെ തന്നാ മതി. മോളെ ഞാൻ നല്ല മിടുമിടുക്കിയാക്കി കൈ തരാം. എന്താ സാറേ, എന്തു പറയുന്നു? അയ്യോ വേണ്ടായേ, ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ സന്തോഷം. ഗുരുവും ശിഷ്യനും കൂടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ സാറേ? പിന്നെ എങ്ങനെ പറയണം? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ രണ്ടിനെ പിടിച്ച് ഞാൻ പുറത്താക്കണോ? മനുഷ്യനെ പറ്റിക്കാൻ ഓരോ വേഷം കെട്ടുമായിട്ട് ഇറങ്ങിക്കോളും. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? വേഷം കെട്ടി വലിഞ്ഞു കയറി വരേണ്ടവനല്ല ഞാൻ. ഇവര് ക്ഷണിച്ചു വരുത്തിയതാ ഞങ്ങളെ. വിളിച്ചു വരുത്തി എന്നെ പോലെ ഒരാളെ അപമാനിച്ചാൽ അതിന്റെ ദോഷം ദേവി മഹാമായ കൊടുക്കും. ആയിക്കോട്ടെ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. താൻ ഇയാളെ കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. ദേവി ഇത് പ്രശ്നം ഉണ്ടാക്കാതെ ഇപ്പൊ ഒന്ന് പോയാട്ടെ. ഞാനല്ലേ പറയുന്നത്. ദൈവത്തെ ഓർത്തൊന്ന് ഇറങ്ങിയാട്ടെ. ഞാൻ കൃഷ്ണൻ ജോത്സ്യരോട് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോളാം. നോക്കിക്കോ, ഇപ്പൊ അപമാനിച്ചിറക്കി വിട്ടതിന് പകരം നിങ്ങൾ എന്റെ കാൽ ചുവട്ടിൽ വരും. മഹാമായ വരുത്തും. ഓ വാടാ. ദേമേ, മേലി ഇമാതിരി ഫ്രോഡുകളെ വിളിച്ച് ഇതിനകത്ത് കയറ്റരുത്, പറഞ്ഞേക്കാം. അശ്വതി, മുരളി ഒന്ന് വന്നേ. വരാനല്ലേ പറഞ്ഞേ? ഇവരെ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ചേടാ, നമ്മളൊരു നല്ല കാര്യം ചെയ്തപ്പോ ഇങ്ങനെ ആയല്ലോ. ഇനി ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. അല്ല പിന്നെ കഷ്ടം. നിങ്ങളൊക്കെ ഇത് ഏത് കാലത്താ മുരളി ജീവിക്കുന്നേ? മോളുടെ ഡിപ്രഷൻ മാറ്റാൻ ഇതേ വഴി കണ്ടുള്ളൂ. നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള 2 പേരിൽ നിന്ന് ഇങ്ങനൊരു മണ്ടത്തരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല ടീച്ചർ, അമ്മ ഇത്ര വിശ്വാസത്തോടെ പറഞ്ഞപ്പോ അതിലെന്തെങ്കിലും കാര്യം കാണുമെന്ന് ഞങ്ങളും വിചാരിച്ചു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അശ്വതി? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ, ഞാനും നിങ്ങളെപ്പോലെ ഒരു ഈശ്വരവിശ്വാസി തന്നെയാ. എന്നുവെച്ച് ഇതുപോലുള്ള കോപ്രായങ്ങൾക്കൊന്നും കണ്ണും കാതും കൊടുക്കാറില്ല. കൈവിഷ പ്രയോഗം അത്രേ, കൊള്ളാം. ഈ വന്ന കാലത്തും അതൊക്കെ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരായി പോയല്ലോ നിങ്ങള്. നോക്കു മുരളി, ജോബിന് ഈ നഗരത്തിൽ ജോലി കിട്ടിയപ്പോ ഒരുപാട് സന്തോഷത്തോടെ, അതിനേക്കാളേറെ പ്രതീക്ഷയോടെയാണ് ഞാനും അവനോടൊപ്പം ഇങ്ങോട്ട് വന്നത്. അതിന്റെ കാരണം നിങ്ങൾ 2 ഫാമിലി ആയിരുന്നു. അറിയാലോ, ജോബിന്റെ 4ാമത്തെ വയസ്സിൽ വിധവയായ ഒരു സ്ത്രീയാണ് ഞാൻ. ആർമിയിൽ നിന്ന് അലക്സിന്റെ ജീവന് കിട്ടിയ കോമ്പൻസേഷൻ തുകയ്ക്ക് പോലും ബന്ധുക്കൾ കടിപിടി കൂട്ടിയപ്പോ അതിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും എടുക്കാതെ മുഴുവൻ അവർക്കായി വിട്ടുകൊടുത്തപ്പോഴും എനിക്ക് ഭാവിയെക്കുറിച്ച് പരിഭ്രമമോ പേടിയോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. ആ തുകയേക്കാളൊക്കെ വലുതായിരുന്നു എനിക്ക് അലക്സ് എന്ന പട്ടാളക്കാരനായ ഭർത്താവ് പകർന്നു തന്ന ജീവിതാനുഭവങ്ങളുടെ കരുത്ത്. അതിന്റെ ഒറ്റ ബലത്തിലാ ഡെയ്സി തന്റെ മോനെ വളർത്തി ഈ നിലയിലാക്കിയത്. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തിനാണെന്നാവും രണ്ടാളും ഇപ്പൊ ആലോചിക്കുന്നത്. കാര്യമുണ്ട്. അശ്വതിയും മുരളിയും അതുപോലെ വിജയും ഗീതയും, നിങ്ങൾ 2 കൂട്ടരും കേവലം ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ നിന്ന് ഒരച്ഛനും അമ്മയുമായി മാറാൻ തുടങ്ങിയത് എന്റെ കൺമുൻപിൽ വെച്ചായിരുന്നു. ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളെപ്പോലെ പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുമുണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഞാൻ. ആ ആഗ്രഹം ഒരു പരിധിവരെ സാധിച്ചു കിട്ടിയത് അശ്വതി എനിക്കൊപ്പം കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്ന ആ സമയത്താണ്. അശ്വതി, നിന്റെ വാക്കുകളിലൂടെ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പഴയതിനേക്കാൾ ശക്തമായി തുടർന്നു പോകുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ? അശ്വതി എനിക്ക് വെറും പരിചയക്കാരിയോ സുഹൃത്തോ മാത്രമല്ല, എന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ് ഞാനിങ്ങനെ
ശാസിക്കുന്നതെന്ന് കൂട്ടിയാ മതി. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ടീച്ചറെ. അതെ, ടീച്ചർ പറഞ്ഞപ്പോഴാ പറ്റിപ്പോയ തെറ്റിന്റെ ഗൗരവം ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ മുരളി, ജോബിന് വേറെ എവിടെയെങ്കിലുമാണ് ജോലി തരപ്പെട്ടിരുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ അവന്റെ ഒപ്പം ഇതുപോലെ ഉണ്ടാവില്ലായിരുന്നു. ഇനി കുറച്ചു കാലം നിങ്ങൾ 2 കുടുംബങ്ങളുമായി ചേർന്ന് ജീവിക്കാമെന്ന് മോഹിച്ചിട്ടാണ് ഇവിടേക്ക് ഞാൻ വന്നത്. പക്ഷേ വന്ന ദിവസം തന്നെ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെയായി. അത് കുട്ടികൾ തമ്മിലുള്ള വെറും സൗന്ദര്യപ്പിണക്കമായിരിക്കും എന്ന് സമാധാനിച്ചാണ് ഞാൻ മടങ്ങിയത്. പക്ഷേ അതങ്ങനെയല്ലെന്ന് പിന്നീട് ജോബിൻ മുരളിക്ക് ഫോൺ ചെയ്ത ദിവസം എനിക്ക് മനസ്സിലായി. എന്നിട്ടും ഇതുവരെ ഞാൻ നിങ്ങൾ 2 കൂട്ടരോടും അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത് എപ്പോഴെങ്കിലും സംഭവിച്ച ആ മുറിവ് താനെ ഉണങ്ങുന്നെങ്കിൽ ഉണങ്ങട്ടെ എന്ന് കരുതിയാ. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ പോക്ക് കണ്ടിട്ട് ആ പ്രതീക്ഷയും വെറുതെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. എൻ്റെയും VPയുടെയും പല കോമൺ ഫ്രണ്ട്സും അസൂയയോടെയാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചില സദസ്സുകളിൽ പറഞ്ഞിരുന്നത്. മരണം വരെ ഈ ചെങ്ങാത്ത ഇതുപോലെ തുടരണമെന്നാ ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ എന്താ മുരളി, പിന്നെ എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പറയാം. എല്ലാത്തിനും കാരണം ഒരാളാണ് ടീച്ചർ. VPയുടെ മോള് അപ്പു. ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്ന് ആദ്യമായി അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. എന്താ അവളുടെ ശരിക്കുള്ള പ്രോബ്ലം? തുറന്നു ചോദിക്കട്ടെ, മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പുവിന്? എന്താ അശ്വതി? അപ്പുവിനൊരു പ്രശ്നമുണ്ട് ടീച്ചർ. ടീച്ചർ വിചാരിക്കുന്നതിനേക്കാളും ഒരു സീരിയസ് ഇഷ്യൂ. പക്ഷേ അത് മാനസികമാണോ എന്ന് ചോദിച്ചാൽ അല്ല. VPയോ ഗീതയൊന്നും ഇതേക്കുറിച്ച് ടീച്ചറിനോട് സൂചിപ്പിച്ചില്ലേ? ഇല്ല. അവിടെ എന്തോ ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കും ജോബിനും മനസ്സിലായി. പക്ഷേ അത് അപ്പുവുമായി റിലേറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതേപ്പറ്റി വിജയോ ഗീതയോ എന്നോടൊന്നും പറഞ്ഞുമില്ല. വേണ്ട ടീച്ചറെ, അവരായിട്ടത് ടീച്ചറിൻ്റെ അടുത്ത് തുറന്നു പറയാതിരിക്കുന്നിടത്തോളം ഞങ്ങളായിട്ടത് പറയുന്നത് ശരിയല്ല. അത് ഞങ്ങളുടെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല. എന്നെങ്കിലും VPയോ ഗീതയോ പറഞ്ഞ് ടീച്ചർ അറിഞ്ഞാൽ മതി. അതാ നല്ലത്. യെസ്, അതൊരു നല്ല തീരുമാനമാണ് മുരളി. ഞാനും ആ മാന്യതയെ അംഗീകരിക്കുന്നു. ഓക്കെ, വിജയുടെ മോളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിന്റെ പേരിൽ മാളൂന് എങ്ങനെ ഈ ഡിപ്രഷൻ ഉണ്ടായി അത് പറയൂ. എന്താ മാളൂന്റെ കാര്യം എന്നോട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്താ അവൾക്ക് പറ്റിയത്?